പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് പോലീസ് ആസ്ഥാനത്തില്ല. നേരത്തെ സഭയിൽ വരുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, കണക്ക് വെക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കണക്കന്വേഷിക്കാൻ ഒരു കണക്കില്ല. 2016 ശേഷം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട 14 ഉദ്യോഗസ്ഥരുടെ വിവരം മാത്രമാണ് പോലീസ് ആസ്ഥാനത്തുള്ളത്. പിരിച്ചുവിട്ടവരുടെ കണക്ക് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? 2016 ശേഷം 114 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ ഈ കണക്ക് പക്ഷേ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല. എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട്, 2016 ശേഷം എത്ര പേരെ പിരിച്ചുവിട്ടു, അതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടായിരുന്നു വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ നൽകുന്നത്. കഴിഞ്ഞ മാസം 18-ാം തീയതി നൽകിയ അപേക്ഷയ്ക്ക് കൃത്യം 1 മാസം പൂർത്തിയായപ്പോൾ മറുപടി ലഭിച്ചു. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല, എങ്കിലും ലഭ്യമായ കണക്ക് നൽകാം. അതായത് 2016 ശേഷം അച്ചടക്ക നടപടിയെടുത്ത് പിരിച്ചുവിട്ടതും നിർബന്ധിത വിരമിക്കൽ നൽകിയതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 14 പേർ മാത്രം. വിവിധ വിഷയങ്ങളിലായി 31 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണെന്നും പോലീസ് ആസ്ഥാനത്തെ മറുപടിയിൽ പറയുന്നുണ്ട്. ക്രോഡീകരിച്ചുള്ള മറുപടി നൽകാനായി വിവരാവകാശ ചോദ്യങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്ക് വ്യാജമാണെന്ന് കാണിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അത് തള്ളുകയായിരുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് വ്യാജമാണെന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത്. പോലീസ് ആസ്ഥാനത്ത് ഈ 144 ഉദ്യോഗസ്ഥരുടെ കണക്കില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ആ കണക്ക് ലഭിച്ചത്? പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആ കണക്ക് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തം പോലീസ് വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.